ഹായ് സുഹൃത്തുക്കളെ, ശുക്രൻ രാശി മാറുന്നു. ശുക്രൻ രാശി മാറുന്നത് ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കാണ്. അപ്പം ഇത്ര നാളും പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന മിഥുനൻ രാശിക്കാർക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒന്നാണ് ഈ ഒരു രാശിമാസം. ഇത്രയും നാളും പല രീതിയിലുള്ള ബുദ്ധിമുട്ട്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ട്രബിൾസ്, കഷ്ടപ്പാട് അങ്ങനെയൊക്കെ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള പ്രയോജനം കിട്ടുന്നതാണ് ഈ ശുക്രന്റെ രാശിമാറ്റം. ബാക്കിയുള്ളവർക്ക് മോശമാണെന്നല്ല, നമുക്ക് ഓരോന്ന് അതിൻ്റെ ആയിട്ട് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഇവിടെ ഈ ഒരു രാശിമാറ്റത്തോടുകൂടി ശുക്രൻ രാശി മാറുമ്പോൾ ഇവിടുത്തെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാണ്. അപ്പം ബുധന്റെ ആയിട്ടുള്ള റേഡിയേഷനിൽപ്പെട്ട പല രീതിയിലുള്ള ആൾക്കാർക്ക് ബുധനും ശുക്രനും, ബുധൻ കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ്. അങ്ങനെ പല രീതിയിൽ ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്, മീഡിയ, പ്രിന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ശുക്രൻ എന്ന ഈ ഫിലിം ഇൻഡസ്ട്രി, അല്ലെ പാട്ട്, ഡാൻസ്, അങ്ങനെ ഇത്യാദിയായ സകല കലകളും ഇങ്ങോട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈവൻ നിങ്ങൾക്കൊരു വീട് വെക്കണമെന്നൊരു ശുക്രൻ അറിയാതെ വീട് വെക്കാനോ, ഇവനൊരു ഗേൾ ഫ്രണ്ട് വേണോ, ശുക്രൻ അറിയാതെ ഗേൾ ഫ്രണ്ട് ഉണ്ടാകുകയല്ല. ശുക്രൻ എന്നുള്ള പല രീതിയിലുള്ള സമ്പത്തും സൗഭാഗ്യത്തിന്റെയും ആനന്ദത്തിന്റെയും സൽകീർത്തിയുടെയും എല്ലാം ഗ്രഹമാണ്. പ്രശസ്തിയുടെയും കീർത്തിയുടെയും റിലേഷൻഷിപ്പിന്റെയും ലവിന്റെയും ലക്ഷറിയുടെയും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ലവ്, പിന്നെ അൺഎക്സ്പെക്ടഡ് ഫൈനാൻഷ്യൽ ഗെയിന്, അങ്ങനെ എടുത്തു പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ശുക്രന്റെ ആയിട്ടുള്ള ഈ ഒരു സംയോഗം നടക്കുമ്പോൾ ഈ ശുക്രന്റെ ഏകദേശം ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന ഒരു മാസം ഏകദേശം. അപ്പം പ്രത്യേകിച്ച് മിഥുനം രാശിയിൽ വരുന്നതായിട്ടുള്ള നാളുകാർക്ക് അതിയായ ഗുണം അനുഭവിക്കുന്നതാണ്. അപ്പൊ ഈ മെയ് 14 ആണല്ലോ ശുക്രൻ മാറുന്നത്. അപ്പൊ ഈ ഒരു ശുക്രൻ ഇത്രയും നമുക്ക് സമ്പത്തും സൗഭാഗ്യവും സൽകൃത്യവും ഒക്കെ തരുന്നത് കൊണ്ട് നമുക്ക് ആ ശുക്രന്റെ ആയിട്ടുള്ള ഓടിച്ചുള്ള ഒരു ശകല ഒരു പ്രൊഫൈലും നോക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ രാശിക്കാരായിട്ടുള്ള എങ്ങനെയൊക്കെ ഗുണം വരുന്നു കാര്യങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ ജീവിതത്തിൽ ആസ്വാദന മേഖലയിൽ ഉള്ളത് അല്ലെന്നൊരു ലക്ഷറി, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സമ്പത്ത്, സമൃദ്ധി, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും, ബാറ്, ഡാൻസ്, അല്ലെന്നിരിയിലെ ഈ എല്ലാ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഭിനയം, അല്ലെന്നിരി കലാകാരന്മാര്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഈ ഒരു ശുക്രന്റെ ആയിട്ടുള്ള റേഡിയേഷൻ കിട്ടാം. പ്രത്യേകിച്ച് ഫിലിം ഫീൽഡിലുള്ള ആൾക്കാർക്ക്, അല്ലെന്നൊരു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡാൻസ്, പാട്ട്, അങ്ങനെയൊക്കെ ഉള്ള കലാകാരന്മാർക്ക്, അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഒരുപാട് നല്ലതായിട്ടുള്ള സമയമാണ് ഈ പ്രത്യേകിച്ച് ഈ ഒരു ശുക്രന്റെ ആയിട്ടുള്ള രാശിമാറ്റം. ശുക്രൻ എന്ന് പറഞ്ഞാൽ ആർഭാടമാണ്, സമ്പത്താണ്, ലക്ഷറി, പൈസ, പാട്ട്, ഡാൻസ്, ബാറ്, അല്ലെന്നൊരു ഇൻഡസ്ട്രി, ഫിലിം ഫീൽഡ്, അല്ലെന്നൊരു ഈ ഒരു ബെഡ്റൂം പ്ലഷർ, കെമിക്കൽ ഇൻഡസ്ട്രി, അതുപോലെ ബുള്ള്, കൗവ്, പീക്കോക്ക്, ഡോവ്, പ്രാവ്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അല്ലെ ആട്, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഈ ഒരു റേഡിയേഷനിൽപ്പെട്ടാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഉയർച്ച വരാൻ ഒരു നിമിഷം മതി. അതാണ് ശുക്രന്റെ ശുക്രൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലോട്ടറി അടിക്കാം. അപ്പൊ അതിന്റെ ഓരോ റേഡിയേഷനും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് നാളെ ഒരു വീട് വാങ്ങിക്കണം, അല്ലെന്നൊരു ഒരു വണ്ടി വാങ്ങിക്കണം, അങ്ങനെ അല്ലെന്നൊരു വീട് മോടി പിടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള എന്ത് സംഭവമായാലും ശുക്രൻ ഇല്ലാതെ ഒരു ഇങ്ങനെയുള്ള ഒരു നല്ല കാര്യം ഇവിടെ നടക്കില്ലെന്നുള്ള മനസ്സിലാകും. അപ്പൊ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഈ 9 ഗ്രഹങ്ങളിൽപ്പെട്ട് ഏറ്റവും നല്ല ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. കാരണം സകല സമ്പത്തും ആർഭാടവും ലൗകിക ജീവിതങ്ങളിൽപ്പെട്ട സന്തോഷങ്ങളും, അങ്ങനെ നല്ല ഡ്രസ്സ് ധരിച്ച് നടക്കാന്, നല്ലതായിട്ടുള്ള വെൽ ഡ്രസ്ഡായിട്ട് നടക്കാന്, ആർഭാടം കാണിക്കാന്, അല്ലെങ്കിൽ നല്ല വണ്ടി ഓടിക്കാന്, ഇവൻ എന്തിനു പറയുന്നത് നല്ല ഭാര്യ, അങ്ങനെ സകല രീതിയിലും ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സമ്പത്തിന്റെയും ഭയങ്കര ഐശ്വര്യത്തിന്റെ ഈ ആകെയുള്ള ഗ്രഹങ്ങളിലെ ഏറ്റവും നല്ല ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞത്. കാരണം ബാക്കി പല ഗ്രഹങ്ങളും പലയിടത്തും, പ്രത്യേകിച്ച് ശനി, അല്ലെന്നേരി കേതു, രാഹു, അങ്ങനെ ചില ഗ്രഹങ്ങളൊക്കെ പല രീതിയിലുള്ള നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൊണ്ടുത്തരുന്നത്. ശുക്രന് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നെഗറ്റീവ് ആവുക എന്ന് പറയും. പ്രത്യേകിച്ച് ശുക്രന്റെ കൂടെ ചില ഗ്രഹങ്ങളെ, കേതുവ്, അല്ലെന്നേരി ഇങ്ങനെയൊക്കെ ഉള്ള ചില ഗ്രഹങ്ങളൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ശുക്രന് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആകും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ പൈസയാണ്. അവിടെ ചിലപ്പോൾ ചന്ദ്രൻ കണക്ട് ചെയ്യുക, കേതു കണക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ അപ്പ് ഡൗണോ, ഫൈനാൻസിനെ ബ്രേക്ക് ചെയ്യുക, അല്ലെന്നൊരു ഇങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് കണക്ടിവിറ്റി വെച്ച് നോക്കുക പറയുന്നത്. നമുക്ക് വേദിക അസ്ട്രോളജിയല്ല ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ മിക്സാ പറയുന്നത്. ഞാൻ പറയുന്ന പല സബ്ജക്റ്റും ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണാത്തതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ബൃഹനാടി, ചന്ദ്രകലാനാടി, വേദിക അസ്ട്രോളജി എല്ലാത്തിന്റെ ഒരു മിക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളിവിടെ പറയുന്നത്. അപ്പം വേദിക അസ്ട്രോളജി ചില ആൾക്കാർക്ക് കേട്ടിട്ടുള്ളതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്ന സയൻസിനും അല്ലെ കാര്യങ്ങൾക്കും ഒത്തിരി അക്യുറസി പാർട്ടിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ചന്ദ്രകലാനാടി, അതുപോലെ ബൃഹനാടി, ഇങ്ങനെയൊക്കെ ഉള്ള പറയുന്നത്. വേദിക അസ്ട്രോളജിക്ക് അപ്പം അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ടെന്നും മനസ്സിലാക്കുക. അതേപോലെ ഇപ്പം നിങ്ങളുടെ ജാതകത്തിലൊക്കെയാണ് ശുക്രദശ നടക്കുന്ന ആൾക്കാർക്കാണെന്നൊരു വളരെ നല്ലതാണ്. പിന്നെ
ശുക്രദശയുള്ള എല്ലാവർക്കും നല്ലതായിരിക്കണമെന്നില്ല. കാരണം ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ കേതുവ് അല്ലെങ്കിൽ ചന്ദ്രന് ഇങ്ങനെയൊക്കെ ഉള്ള കണക്ടിവിറ്റി ഉള്ള ആൾക്കാർ കാണുന്നവരിൽ പല രീതിയിലുള്ള അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ശുക്രദശ അത്ര ഇതായിട്ട് വരത്തില്ല, നല്ല പോസിറ്റീവായിട്ടുള്ള ഗുണം ചെയ്യുകയില്ല. പക്ഷെ ഇതൊരു രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. പക്ഷെ എന്നിട്ട് നമ്മുടെ ബർത്ത് ചാർട്ട് പേഴ്സണലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളും ഒരുപാട് കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. കാരണം രാശി വെച്ചിട്ടുള്ള പ്രവചനത്തിന് വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ബർത്ത് ചാർട്ടിലെ ഓരോ ഗ്രഹങ്ങളുടെ മേളിൽ ആ ഗ്രഹങ്ങൾ പാസ് ചെയ്യുന്ന ട്രാൻസിഷൻ എന്ന് പറയാം. അങ്ങനെയൊക്കെ ഉള്ള പ്രഡിക്ഷനാണ് 100% അക്യുറേറ്റ് ആയിരിക്കും. മാത്രമല്ല നിങ്ങൾ ഏത് ദശയിൽപ്പെട്ട ആളായിക്കോട്ടെ അതിവിടെ പ്രശ്നമില്ല. കാരണം ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തും സൗഭാഗ്യവും എല്ലാം കൊണ്ടുതരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഓരോ കാര്യങ്ങളും സംഭവിച്ചിരിക്കും. അപ്പം അതിന്റെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ത്രൂ ഔട്ട് ലൈഫിലെ അനലൈസ് ചെയ്യാനും പാസ്റ്റിൽ കഴിഞ്ഞ വർഷമല്ല എന്ത് നടന്നു, അല്ലെ എപ്പോ ആക്സിഡന്റ് പറ്റും, എപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ, അല്ലെ വണ്ടി വീട് ഇങ്ങനെയൊക്കെ ഉള്ള വാങ്ങിക്കാൻ പറ്റുന്നത്, ജോലി വാങ്ങിക്കാൻ പറ്റുന്നത്, അങ്ങനെ നാനാതുറകളിലുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് ഫോറിൻ ട്രാവല് അല്ലെങ്കിൽ ഫോറിനിൽ പോയി കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, വിദേശത്തെ ജോലി, അങ്ങനെ A to Z കാര്യങ്ങൾ നമുക്ക് ഈ ഇതിന്ന് പറയാവുന്നുള്ള മനസ്സിലാക്കാം. അതേമാതിരി നിങ്ങൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇടവൻ രാശിയിലുള്ള ലഗ്നമാണെന്നവരിലും അതുപോലെ ഇടവൻ രാശി നിങ്ങളുടെ ശുക്രൻ നിൽക്കുന്ന ആൾക്കാർ കാണുന്നതിലും അല്ലെന്നവരില് ഈ 15926103711 അങ്ങനെ ഏതെങ്കിലും ഒരു ആംഗിളില് ഈ ശുക്രനുമായിട്ട് ഇപ്പോഴത്തെ ഈ ശുക്രന്റെ മാറ്റം കണക്ട് ആകുന്നുണ്ടെന്നൊരു നിങ്ങൾക്ക് പല രീതിയിലുള്ള വണ്ടി വാങ്ങിക്കാൻ, വീട് വാങ്ങിക്കാൻ, അങ്ങനെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ, അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള മനസ്സിലാക്കാം. അതുപോലെ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം നമ്മുടെ സെക്സ് ഓർഗനെ ആണ് കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ഓവറി, വയറ്, അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഫീമെയിലിനായാലും 8ാം ഭാവം എന്ന് പറയാം. അപ്പം ഈ 8ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ 12 തിരിച്ചിട്ടുണ്ട്, 12 മാസങ്ങൾ. അപ്പൊ ഓരോ പോർഷൻ നമുക്ക് ഉണ്ട്. ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഈ കണ്ണിന്റെ പിരിയം മുതൽ ഇവിടെ വരെയുള്ള പോർഷൻ, അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ വരെയുള്ള പോർഷൻ, ഇത് ഗീത്താടിയുടെ കഴിഞ്ഞിട്ട് മൂന്നാമതുള്ള ഒരു പോർഷന്. അപ്പൊ അങ്ങനെ ആ ഒരു ഡിവിഷൻ പോകുന്നത്, ആ കാൽപാദം പോകുമ്പോൾ 12 പാദം. അപ്പം ഇങ്ങനെ ഓരോ ഡിവിഷനകത്ത് വരുമ്പോൾ നമ്മുടെ വയറൊക്കെ എന്ന് പറഞ്ഞാൽ 8ാം ഭാഗമായിട്ട് വരും. പുക്കിളിന് താഴെയുള്ള ഭാഗങ്ങള്, പ്രത്യേകിച്ച് നമ്മുടെ ലൈംഗിക അവയവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഒരു ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട, എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ വെനേറിയൽ ഡിസീസ് അല്ലെന്ന്, അതുപോലെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതും വരാം. കണ്ണിനായിട്ടുള്ള പ്രശ്നങ്ങളെ, ഓവറി, അതുപോലെ സിസ്റ്റ്, ഓവേറിയൻ സിസ്റ്റ്, അല്ലെങ്കിൽ നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഡിസോർഡർ വരാനുള്ള സാഹചര്യങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് ഷുഗർ, ഒബീസിറ്റി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ പൊള്ളത്തടിയൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യാനും, പ്രത്യേകിച്ച് വയറിന്റെ ആ ഭാഗത്തൊക്കെ എക്സസൈസ് ചെയ്യാനെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടൈപ്പ് ഓഫ് റെമഡിയാണ്. നമുക്ക് അങ്ങനെയുള്ള അസുഖത്തെ ഒരു പരിധി വരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. ഒന്ന് മനസ്സിലാക്കുക, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി, സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പല കാര്യം സംഭവിച്ചിരിക്കും. പക്ഷെ ചില കാര്യത്തിൽ നമുക്ക് ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാനോ എടുക്കാനോ ഒക്കെ പറ്റും. പ്രത്യേകിച്ച് ചില നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആക്സിഡന്റുകൾ സംഭവിക്കാറുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്സിഡന്റ്, അല്ലെങ്കിൽ ഇടയ്ക്ക് പല്ലെടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പല കേസുകൾ വരുന്ന നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് വൃത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആക്സിഡന്റ് പറ്റി ഇന്ന സമയത്തല്ലേ ഓപ്പറേഷൻ നടക്കും, അല്ലെങ്കിൽ ഒരു ലേഡി ഉണ്ടെന്നൊരു അവർക്ക് ഓപ്പറേഷൻ, അവർക്ക് സിസേറിയൻ ആണോ നടക്കുന്നത്, എല്ലാം നമുക്ക് പറയാൻ പറ്റുമെന്നുള്ള. പ്രത്യേകിച്ച് നമ്മുടെ വൃത്തിയാട്ടിലെ ജൂപ്പിറ്റർ, അതായത് വ്യാഴം, ചൊവ്വ, കേതു, ഇങ്ങനെയൊക്കെ ഉള്ള കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഗ്രഹത്തിന്റെ മേളിൽ കൂടെ ആ ഗ്രഹം പാസ് ചെയ്യുന്ന സമയത്ത് ആക്സിഡന്റ്, സർജറി, അല്ലെങ്കിൽ പല്ലെടുക്കാൻ പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങൾ വരും. ഇതൊരു ഇൻഫോർമേഷന് വേണ്ടി പറയുന്നതാണ് പല ആൾക്കാർക്കും. കാരണം കേരളത്തിലെ നമ്മുടെ സാധാരണ ജ്യോതിഷ ഇതിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ എങ്ങും കിട്ടത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉള്ള ആൾക്കാർക്ക് ഇത് ഇൻട്രസ്റ്റ് എടുത്ത് കേൾക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇനിയും വരാനിരിക്കുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കുട്ടികളുമായിട്ട്. അപ്പൊ ഞാൻ ഓരോ ശുക്രന്റെ വീഡിയോയ്ക്കകത്തും പല രീതിയിലുള്ള ചെറിയൊരു സബ്ജക്ട് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട് പല വീഡിയോയിലും. അപ്പൊ ഇത് ശുക്രൻ്റെതായിട്ട് ബന്ധപ്പെട്ടാണ് ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത്. ചൈൽഡ് ബർത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാത്തത്, പല കേസിൽ മൾട്ടിപ്പിൾ അബോർഷൻ നടക്കുന്നു. അതുപോലെ
അതേമാതിരി IVF മാതിരി ചെയ്യേണ്ടത്, അഡോപ്ഷൻ, കുട്ടികളെ ദത്തെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നു. ചിലപ്പോൾ ഒരാൾക്ക് 3 പ്രാവശ്യം അബോർഷൻ, 6 പ്രാവശ്യം അബോർഷൻ, ചില ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല. അങ്ങനെ പല സാഹചര്യങ്ങളെ ഇവിടെ വിവരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതുമായിട്ട് കുട്ടികളെ ജനനവും അല്ലെന്നേരി അങ്ങനെയൊക്കെ ഉള്ളതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റിന് പോലും പോകുന്നതിന് മുമ്പ് പല കാര്യങ്ങളും നമ്മളെ വൃത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കും. ഇടവൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ശുക്രന്റെ രാശി തന്നെയാണ് ഇടവൻ രാശി. ഇവിടുത്തെ നാളുകളെ നോക്കിക്കഴിഞ്ഞാൽ കാർത്തിക, രോഹിണി, മകീരം. അപ്പൊ കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം രോഹിണി, മകീരത്തിന്റെ പകുതി ഇങ്ങനാണ്. അപ്പൊ കാർത്തികയെ ഭരിക്കുന്ന സൂര്യനാണ് ചൊവ്വാകർമ്മയിൽപ്പെട്ടാണ്, രോഹിണിയെ ഭരിക്കുന്ന ചന്ദ്രനാണ് ബുധകർമ്മയിൽപ്പെട്ടാണ്, അതുപോലെ മകീരത്തെ ഭരിക്കുന്ന ചൊവ്വാണ് ഗുരുകർമ്മയിൽപ്പെട്ടാണ്. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അപ്രതീക്ഷിതമായിട്ട് ധനാഗമനങ്ങൾ ലഭിക്കാനുള്ളത്, അല്ലെന്നൊരു ചില കുട്ടികളൊക്കെ ആണെന്നൊരു ഫാദറൊക്കെ അല്ലെന്നൊരു അവരുടെ പേര് ഡിപ്പോസിറ്റ് ഇടാന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും നമുക്ക് ധനാഗമനം വന്നു ചേരാനുള്ള ഒരു സാഹചര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് കൃഷിയായിരിക്കാം, അങ്ങനെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻകം കിട്ടാൻ, അല്ല അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും പൈസ ഒക്കെ വന്നു ചേരാനൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് പുതിയ ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങള്, അതുപോലെ എന്തെങ്കിലും ബാങ്കിങ് സെക്ടറിൽ നിന്നൊക്കെ പൈസ കടമെടുക്കാൻ ആഗ്രഹിക്കാൻ ഇരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാരണവശാൽ ഡിലേ ഉണ്ടെന്നൊരിക്കലും അത് കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, അതുപോലെ എന്തെങ്കിലും പൈസ എവിടെന്തെങ്കിലും ക്രെഡിറ്റ് കാർഡ് അങ്ങനെയൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് അത് അടച്ചു തീർക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് എവിടെന്നെങ്കിലും ഒരു ധനാഗമനം വരാന്, അതുപോലെ ജോലി സംബന്ധമായിട്ട് നിലനിരുന്നിരുന്ന പ്രശ്നങ്ങളിൽ മാറാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ആൾക്കാർ ആ അസുഖത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു മോചനം ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ജോലി സംബന്ധമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ മാറുക മാത്രമല്ല, ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ്, എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ നേരത്തെ CV ഒക്കെ അയച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ ജോലി കിട്ടാൻ, അല്ല പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാനും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനമാറ്റം ലഭിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളുണ്ട് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതേമാതിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നൊരു ഇതിനകത്ത് ലിങ്ക് ഉണ്ട്. മെഡിക്കൽ അസ്ട്രോളജി, പഞ്ചപക്ഷി, നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി, KP അസ്ട്രോളജി, ചന്ദ്രകലാനാടി, മൊബൈൽ ന്യൂമറോളജി, മിസ്റ്റിക് ട്രയാങ്കിൾ, അങ്ങനെ വെസ്റ്റേൺ ഉൾപ്പെടെ പല സബ്ജക്റ്റും ഉണ്ട്. അസ്ട്രോവാസ്തു റെയർ സബ്ജക്റ്റാണ് നമ്മുടേത്. അപ്പം ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ലിങ്ക് ഉണ്ട്, അല്ലെന്നൊരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.